കൗൺസിലിംഗില് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തിരിച്ചറിയണം. അപ്പൊ ആ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കൗൺസിലിംഗിന് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ കുട്ടി ഇടയ്ക്ക് ഇങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട്. അർജുൻ വീട്ടുകാര് പറഞ്ഞാണ്, ഞാൻ പറഞ്ഞ കാര്യമല്ല. അന്ന് മരിച്ചു കിടക്കുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞു കരയുന്ന കാര്യങ്ങളാണ്. വാതിലടച്ച് ഭീഷണിപ്പെടുത്താറുണ്ട്. ഞാൻ അതുപോലെയാണെന്നാ വിചാരിച്ചത്. പക്ഷെ വാതിൽ തുറന്നു നോക്കുമ്പോഴേക്കും അവൻ സൂയിസൈഡ് ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഗ്രൂപ്പ് കുട്ടികളാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാ കുട്ടികൾക്കും അതിനെ കുറിച്ചൊരു എന്താ അമ്മച്ചി ഒരുമാതിരി രാഷ്ട്രീയക്കാർ പറയണവരാണെന്ന് പറയണേ. നിങ്ങൾ ആ കൊച്ചിനെ ആ കൊച്ച എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിലുള്ള മാനസികമായിട്ട് പെയിൻ കൊടുത്തിട്ടുണ്ടാകും, മാനസികമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ടാകും, ബുള്ളിങ്ങും ചെയ്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ആ കൊച്ച് ആത്മഹത്യ ചെയ്യത്തില്ല. രണ്ട് കിടന്ന് ഉരുണ്ട് കളിക്കണ നോക്കി. എവിടെ ചെന്നാലും ഇതുപോലത്തെ സ്ട്രിക്റ്റ് പ്രിൻസിപ്പാളൊക്കെ ആയി. മറ്റേ ഈ നോട്ട്ബുക്കിനകത്ത് ഒരുത്തൻ കണ്ട ഡ്രാക്കുളാന്ന് വിളിക്കണേ, അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ടെന്നേ ഈ പ്രിൻസിപ്പാൾമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കിടന്ന് അഭിനയിക്കുന്ന കൗൺസിലിംഗ് ഞാനും പോയിട്ടുണ്ട്. നമ്മൾ ഒരു ഫ്രണ്ട് എന്ന രീതി, അതൊരു കുടുംബത്തിലെ അംഗം എന്ന രീതിയിലായിരിക്കും പെരുമാറുന്നത്. നല്ല രീതിയിലേക്ക് കൗൺസിലിംഗ് കൊണ്ടുവരുത്തിയിട്ട് ക്രൂരമായിട്ട് ആരും അങ്ങനെ ടോർച്ചർ ചെയ്യില്ല. കിടന്ന് ഉരുണ്ട് കളിക്കാൻ ഈ രാഷ്ട്രീയക്കാർ കിടന്ന് കാണിക്കില്ലേ എന്ന് കുറ്റം ചെയ്തിട്ട്. ഞങ്ങളുടെ ഭാഗത്തൊന്നുമില്ല, ഞങ്ങൾ ഇതൊക്കെ വന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് പറയില്ലേ. അതുപോലെ തന്നെ ഈ മാനേജ്മെൻറ്റുകാരും പറയുന്നത്. പോയപ്പോൾ ആർക്ക് പോയി? ഒരു കുടുംബത്തിന് പോയി. സാധാരണ ഇപ്പോഴത്തെ കുട്ടികൾ പെട്ടെന്ന് മൈൻഡ് ഡൗൺ ആവും. അത് ഈ കാലഘട്ടത്തിൽ അറിയാൻ പാടില്ലാതിട്ടാണോ? കൗൺസിലിംഗ് കൊണ്ടുപോകണമെങ്കിൽ അതിന് ഓവർകം ചെയ്യിക്കാനല്ലേ നോക്കണ്ടേ. എന്നിട്ട് കിടന്ന് അഭിനയിക്കുന്നു. ഇല്ല സിനിമയിലും പോയി ആയിട്ട് ചിലപ്പോൾ അവാർഡ് കിട്ടും.